ഡോക്ടർ, പൊള്ളുന്ന ചൂടിലാണ് കേരളം. ചൂടിനെ എങ്ങനെ നേരിടാം? ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തെല്ലാം പ്രാഥമിക കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, ഇന്ന് നമ്മൾ സൂര്യാഘാതത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേറൊരു പേര് ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാതപം, ഇങ്ങനെയൊക്കെ അതിന്റെ പേര് ഉണ്ട്. ഇത് അമിതമായ ചൂടിൽ കുറെ നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ദീർഘ സമയം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീര ഊഷ്മാവ് സാധാരണ 36.6 ഡിഗ്രി, അതാണ് വേണ്ടത്, 37.2 ഡിഗ്രി വരെ. ഈ ഊഷ്മാവ് കൂടി വന്നിട്ട് 40 ഡിഗ്രീന്റെ മേലെ പോവുക, അഥവാ 98 to 99 ഡിഗ്രി ഫാരൻഹീറ്റ് വേണ്ടത് 104 ഡിഗ്രി ഫാരൻഹീറ്റിന്റെ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സൂര്യാഘാതം എന്ന് പറയുന്നത്. സാധാരണ ഇത് തലച്ചോറ്, വൃക്ക, പേശി, ഇങ്ങനെ എല്ലാറ്റിനെയും ബാധിക്കും. പിന്നെ പല ഇതിനെയും ബാധിക്കും. പെട്ടെന്നുള്ള ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ മരണകാരണമാവുന്ന ഒരു കണ്ടീഷനാണ് സൂര്യാഘാതം. പക്ഷെ ഇനി ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ സൺബേൺ എന്ന് പറയുന്നത്. നമ്മൾ സൺബേൺ, ഈ ചൂടിൽ നടക്കുമ്പോൾ സൺബേൺ വരിക, അല്ലെങ്കിൽ ഹീറ്റ് എഡിമ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഹീറ്റിൽ നീര് വെക്കുക. പിന്നെ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നതാണ് ചൂടുകുരു വരിക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിന്റെ മേലെ വരുന്നതാണ് ഹീറ്റ് ക്രാമ്പ്. ഹീറ്റ് ക്രാമ്പ് എന്ന് പറഞ്ഞാൽ ചൂടിൽ നമ്മൾ നിൽക്കുമ്പോൾ മസിലിന് വേദന വരിക. പിന്നെ ഹീറ്റ് സിങ്കോപ്പി, കുറെ സമയം നമ്മൾ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം വരിക, പെട്ടെന്ന് താഴെ വീണു പോവുക, അതിനാണ് ഹീറ്റ് സിങ്കപ്പി എന്ന് പറയും. പിന്നെ ഉള്ളതാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഹീറ്റ് എക്സോഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ അമിതമായ ചൂടിൽ കുറെ സമയം നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ എന്നാൽ നമ്മുടെ ദേഹത്തിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രിയിൽ അത്ര ഉയരൂല, അതിൽ താഴെ ഉയരുള്ളൂ. എന്ന് പറഞ്ഞാൽ 101 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുക. അതും കഴിഞ്ഞാലുള്ള അവസ്ഥേനാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ, ഉയർന്ന ശരീര താപനില, നല്ല ചുട്ടു പൊള്ളും പോലെ നമ്മൾ മേൽ കൈവച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ചെറിയ ചൂടല്ല, നല്ല ചൂട്. 104 ഡിഗ്രി പനി എന്ന് പറയും പോലെയുള്ള ചൂട് ഉണ്ടാവും. അത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതലും ആവാം, അതിൽ കൂടുതലുള്ള താപനിലയും ആവാം. പിന്നെ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ, പിന്നെ ഒരു മാനസിക പ്രക്ഷോഭം പോലെ, പിന്നെ അവ്യക്തമായ സംസാരം, നമ്മൾ ചോദിച്ചതിന് മറുപടി പറയണമെന്നില്ല, പിന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, വിഭ്രാന്തി, പിന്നെ അപസ്മാരം ഉണ്ടാവാം, ചിലപ്പം ബോധക്കേടെന്ന് വരാം. ഇതാണ് തലച്ചോറിനെ ബാധിക്കുന്നത്. പിന്നെ വേറെ വിയർപ്പ്, ചിലപ്പം കൂടുതൽ വേർത്തിട്ടും കാണാം, അല്ലെങ്കിൽ വേർപ്പ് കുറഞ്ഞിട്ടും കാണാം. വേർപ്പ് കൂടുതൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ അധ്വാനിക്കുന്നവരാണ്. ഇപ്പം മിലിറ്ററിയിലുള്ള അവര്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവര്, ചൂടിൽ ജോലി ചെയ്യുന്നവര്, അവർക്ക് വേർപ്പ് ജാസ്തിയായിരിക്കും. അതേസമയം ജോലിയൊന്നും ചെയ്യാത്ത ഒരാളാണ് ചൂടിൽ പോയിരിക്കുവാണ്, പ്രത്യേകിച്ച് വയസ്സ് ഉള്ളവര് അല്ലെങ്കിൽ കുട്ടികൾ, 60 വയസ്സിന് മേലെയുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും, അങ്ങനെയുള്ളവർക്കാണ് ഈ ക്ലാസിക്കൽ ഈ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പം വേർപ്പ് ഒരു കാര്യം പറയാൻ പറ്റില്ല, വേർപ്പില്ലെങ്കിലും വേർപ്പുണ്ടെങ്കിലും, പക്ഷെ ചൂട് കൂടുതലായിരിക്കും. പിന്നെ ഓക്കാനം, ഛർദി ഉണ്ടാവാം. ചൂട് സ്ട്രോക്ക് ഉള്ള ഒരാൾക്ക് അയാൾക്ക് വയറുവേദനയും ചിലപ്പോൾ ഉണ്ടാവും, ഛർദി ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രാഥമിക ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഈ ശരീരം ചോന്നിട്ടുണ്ടാവും, ചോന്ന് തുടുക്കും. പിന്നെ ശ്വാസം കൂടി വരും, ശ്വാസത്തിന്റെ വേഗത കൂടും, ആഴം കുറഞ്ഞ് ചെറുങ്ങനെയുള്ള ശ്വാസം വലി. പിന്നെ ഹൃദയമിടിപ്പ് കൂടുന്നു, പൾസ് നല്ലോണം കൂടും. അങ്ങനെ ഈ തലവേദന, ചിലവർക്ക് ഭയങ്കര തലവേദനയായിരിക്കും. ഇങ്ങനെ ഹീറ്റ് സ്ട്രോക്ക് മൂലം തല കറങ്ങാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ലക്ഷണം. പ്രത്യേകിച്ച് ചൂടിൽ ഉള്ള ഒരാള് ഇങ്ങനെയുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
ഇത് ഹീറ്റ് സ്ട്രോക്ക് ആവാം. ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം? വൈദ്യസഹായം ഉടനെ വേണം. അപ്പൊ 108 വിളിച്ചിട്ട് 108 ആംബുലൻസ് വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വല്ല വെഹിക്കിൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ AC ഉള്ള വാഹനം ഉണ്ടെങ്കിൽ അതിൽ നേരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ അതിനിടക്ക് സമയം പോവുകയാണെങ്കിൽ നമ്മൾ അടിയന്തര ചികിത്സക്ക് കാത്തിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാനുള്ള സാധനങ്ങൾ ചെയ്യാൻ. അതാണ് വ്യക്തിയെ തണലിലേക്കോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലേക്കോ കൊണ്ടുപോവുക. അതാണ് ആദ്യത്തെ പടി. അവിടുന്ന് മാറ്റുക. ഈ സൂര്യന്റെ ആഘാതം ഒഴിവാക്കാൻ വേണ്ടി അവിടുന്ന് മാറ്റുക. പിന്നെ അധിക വസ്ത്രങ്ങൾ, കട്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് നേർത്ത വസ്ത്രം, അതായിരിക്കും നല്ലത്. അതിലൂടെയാണ് ഈ ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഏത് മാർഗത്തിൽ എങ്ങനെയെങ്കിലും വ്യക്തിയെ തണുപ്പിക്കാനുള്ള പ്ലാൻ ആക്കണം. അതിന് തണുത്ത വെള്ളം നിറച്ച ഒരു ടബിൽ ഈ പേഷ്യന്റിനെ കിടത്തുന്ന ഏറ്റവും നല്ലത്. അത് വളരെ നല്ലതായി. പിന്നെ തണുത്ത ഷവറിൽ വെക്കുക. അല്ലെങ്കിൽ ഗാർഡൻ ഹോസ്, നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഹോസ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുക. വെള്ളം സ്പ്രേ ചെയ്യുക നല്ല സ്പീഡിൽ. അല്ലെങ്കിൽ തണുത്ത വെള്ളം സ്പഞ്ച് ചെയ്യുക. തണുത്ത വെള്ളം, അല്ലെങ്കിൽ തണുത്ത വെള്ളം തളിച്ചിട്ട് ഫാൻ ഇട്ടിട്ട്, ഫാൻ നല്ലോണം ഓണാക്കിയിട്ട് നല്ലോണം ഫാൻ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അല്ലെങ്കിൽ ഐസ് കിട്ടുവാണെങ്കിൽ ഐസ് പാക്കായിട്ട് ഐസ് കുറച്ച് തുണിയിൽ എടുത്തിട്ട് അത് ഈ കക്ഷത്തിലും ഈ തൊടേന്റെ അടുക്കിൽ അവിടെയെല്ലാം വെക്കുക. കഴുത്തിന് പിറകിൽ അവിടെയെല്ലാം വെച്ചിട്ട് കിടത്തുക. തല, കഴുത്ത്, കക്ഷം, ഞരമ്പ് ഇവിടെയെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. അങ്ങനെ കുറച്ച് ഹീറ്റ് കുറക്കാനുള്ള പ്ലാൻ ചെയ്യുക. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇതിന് ചെയ്യാനുള്ളത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഇതിന് ഒരു പ്രതിരോധം, ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ആവുന്നത്ര ഒഴിവാക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. മോര്, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം ഇതെല്ലാം കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. കറുപ്പ് അത്ര ഗുണമല്ല. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് ആഗിരണം ചെയ്യും. അതുകൊണ്ട് കൂടുതൽ ഹീറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളെയും അവർക്കാണ് ഏറ്റവും അധികം ഇതിന്റെ പ്രയാസം ഉണ്ടാവുക. കുട്ടികൾക്കും പ്രായമായവരും അവര് ചിലപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം എന്നില്ല. അവര് ചിലപ്പം ഹെൽപ്പ് കിട്ടണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് അവരെന്ത് ചെയ്യണം? കടുത്ത ചൂടിൽ ആവുന്നത്ര എല്ലാവരും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ കുട്ടികളെയും വയസ്സുള്ളവരെയും എങ്ങനെയായാലും ആ സമയത്ത് പുറത്തേക്ക് വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്.